ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളിലെ നമ്മളെല്ലാ വീടുകളിലും അത്യാവശ്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൊബൈൽ അഡിക്ഷൻ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, മൊബൈൽ അഡിക്ഷന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഡ്രോബാക്ക്, ഇപ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാ വീഡിയോസിലും ആളുകൾ പറയുമ്പോഴും നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോവുക, ഒരു സ്കൂൾ മീറ്റിങ്ങിനൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അവർ പറയുന്ന ചില പോയിൻറ്റ്സുകൾ, അപ്പോൾ ആ പോയിൻറ്റ്സുകൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ പോയിൻറ്റുകളിലൊക്കെ എനിക്ക് കണ്ട ഏറ്റവും വലിയ ഡ്രോബാക്സ് ആണ് ഞാൻ പറയുന്നതും. ആ ഡ്രോബാക്സിനെ മാറ്റി നിർത്തി എങ്ങനെ നമുക്ക് ഫലവത്തായിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു മൊബൈൽ അഡിക്ഷനിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താൻ പറ്റും, അവരെ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ബേസിക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രോബാക്സിനെ കുറിച്ച് പറയാം. പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ചെറുപ്പം മുതലേ മൊബൈൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി അഡിക്ഷനിലേക്ക് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പാരൻസിൻ്റെ തിരക്കുകൊണ്ട് ആ തിരക്കിൽ നിന്നും തൽക്കാലം അവരെ ഒരു കളിയിലേക്ക് മാറ്റുന്നതിന് പകരം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ മൊബൈൽ എടുത്ത് കൊടുക്കും. അവർ അതിലെ ഗെയിംസും കാർട്ടൂൺസും കണ്ട് ടി വിയിൽ വരുന്നതിന് പകരം നിരന്തരമായിട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾ അതിലേക്ക് ആകർഷകവും, തൽക്കാലം കരയാണ്ട് പ്രശ്നങ്ങൾ, വിശപ്പ് പോലും മറന്നു പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ? അപ്പോൾ ഇവരിൽ നിന്ന് ഈ മൊബൈൽ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള കേസാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ അഡിക്ഷനും, ഈ മൊബൈൽ അഡിക്ഷൻ പോലെ എല്ലാ അഡിക്ഷനിലും ഉണ്ടാകുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വിഡ്രോ. അപ്പോൾ ഈ വിഡ്രോവൽ സിംറ്റം, അതിപ്പം എത്ര മുതിർന്ന ആളായാലും ശരി, ഒരു കുഞ്ഞായാലും ശരി, വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്ന സാധനം വളരെയധികം എഫക്റ്റീവ് ആയിട്ട് അവരെ ബാധിക്കും. ഓക്കെ, അത് പെട്ടെന്ന് നമ്മൾ ഈ ഒരു മറ്റേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ, അത് മുതിർന്നവർക്കും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകളൊക്കെ ആയാൽ പോലും പെട്ടെന്ന് വിഡ്രോ ചെയ്താൽ എന്ത് സംഭവിക്കും, മുതിർന്ന ആളുകൾക്കറിയാം. അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഡ്രോവൽ സിംറ്റം കാണിക്കും, നമുക്ക് അസ്വസ്ഥതകൾ വരും, തലവേദന വരും, എന്തോ പെട്ടെന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ തോന്നും അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, റിഡക്ഷൻ മെത്തേഡാണ് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അതായത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ടൈമിങ്, അതായത് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അവരതിൽ കാണുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 2 മണിക്കൂർ എന്നുള്ളത് ആദ്യത്തെ കേസിൽ ഒരു 1.25 മണിക്കൂർ, 1.5 മണിക്കൂറത്തേക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1.5 മണിക്കൂറത്തേക്ക് ആക്കി നോക്കുക. എന്നിട്ട് പതിയെ കുറച്ച് കൊണ്ടുവരുന്ന ബേസിൽ ബാക്കിയുള്ള അരമണിക്കൂർ, ഒരു എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേറെ വ്യത്യാസം വരും. പക്ഷേ ഈ 2 മണിക്കൂറിൽ നമ്മൾ കുറയ്ക്കുന്ന ഈ അരമണിക്കൂർ അവരെ വേറെ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യണം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? നമുക്ക് കളറിങ് ഒരു ആക്ടിവിറ്റിയാണ്. കാർട്ടൂൺ ബുക്സ് നമുക്ക് മേടിച്ചു കൊടുക്കാം അല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തായിരുന്നു, ഈ മൊബൈലുകളൊന്നും നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അന്നൊക്കെ ബാലരമയും കളിക്കുടുക്കയും പോലുള്ള ചെറിയ ബുക്കുകളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായിക്കൊണ്ടിരുന്നത്. ബാലരമ എന്ന് പറയുന്ന സാധനം ആഴ്ചയിൽ വരുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. സ്റ്റോറീസൊന്നും ചിലപ്പോൾ അറിയില്ല, ചിത്രമാണ് നമ്മൾ നോക്കി തുടങ്ങുക അല്ലേ? ചിത്രം കണ്ട് കഥ മനസ്സിലാക്കിയ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. ചിത്രങ്ങളിലൂടെ നമുക്ക് ആ കഥ മനസ്സിലാക്കാനും ഒക്കെ നമുക്കന്ന് വായിക്കാൻ അറിയാത്ത കാലത്ത് പോലും നമ്മൾ ബാലരമയിലുള്ള കഥകൾ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളും അതിനനുസരിച്ചുള്ളതായിരുന്നു അല്ലേ? ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം കഥ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ചിത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതേപോലുള്ള കഥ ബുക്കുകൾ, കാർട്ടൂൺ ഡ്രോയിങ്സ്, കാർട്ടൂണുകൾ, ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സ്ക്രീൻ സ്പേസ് നമുക്ക് ടി വിയിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. മൊബൈൽ മാറ്റി ടി വിയിലേക്ക് കുറച്ചുകൂടി അപകടം കുറഞ്ഞൊരു മെത്തേഡിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ കുറയ്ക്കുന്ന അടുത്ത അരമണിക്കൂർ, അതായത് 1.5 മണിക്കൂറിൽ നിന്ന് അരമണിക്കൂർ കുറച്ച് 1 മണിക്കൂറാക്കുമ്പോൾ ആ കാണുന്ന അരമണിക്കൂർ പുറത്തുള്ള ആക്ടിവിറ്റീസ്, അതായത് ചിലപ്പം ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള കളർഫുൾ ബോളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിനോട് എക്സ്ട്രാ ഒരു ആകർഷണം ഉണ്ടാവും. അപ്പോൾ പല കളറുകളുള്ള ബോളുകൾ മേടിച്ച് ഒരു റൂമിൻ്റെ ഏതെങ്കിലും ഒരു സ്പേസ് അല്ലെങ്കിൽ ബെഡിൽ ഒക്കെ നമ്മൾ നിരത്തി വലിച്ചിടുക. വലിച്ചു വാരി തന്നെ അവർ അങ്ങനെ തന്നെ വലിച്ചു വാരി കളിച്ചോട്ടെ. അതുപോലെ കളേഴ്സ് കയ്യിലാവുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല, മുറ്റത്തിറങ്ങിക്കോട്ടെ, ചളി വാരി കളിച്ചോട്ടെ, വെള്ളത്തിൽ കളിക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോടൊരു ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ മറക്കാനും മൊബൈൽ സ്ക്രീൻ സ്പേസിലേക്ക് കൂടുതലായിട്ട് അവരെ നിർത്താണ്ടിരിക്കാനും വലിയ ഉപകരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ടൈം പീരീഡിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളിപ്പം അരമണിക്കൂർ കുറച്ച് അവർക്കത് പെട്ടെന്ന് വിഡ്രോവൽ സിംറ്റംസ് വരും. ഞാൻ ഇന്നലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമല്ലേ, ഇന്ന് അത് എവിടെ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എഫക്റ്റീവ് അല്ലാണ്ടാവും. പടിപടിയായി നമ്മൾക്ക്
കുറയ്ക്കാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് 1 വീക്ക് അരമണിക്കൂർ കുറയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 1 വീക്കിൽ തുടങ്ങുക. അല്ലാണ്ട് ഒരു ദിവസവും നമ്മൾ ചെയ്യരുത്. അങ്ങനെ പടിപടിയായിട്ട് നമുക്കത് കുറച്ച് കൊണ്ടുവന്ന് അരമണിക്കൂർ വെച്ച് പല ആക്ടിവിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% അവർ മൊബൈലിൽ നിന്ന് മാറി നിൽക്കും. 100% ഉറപ്പാണ്. അത് എൻ്റെ കുറേ അനുഭവങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പരീക്ഷിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ അഡിക്ഷനിലേക്ക് വന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രീൻ സ്പേസ് കുറച്ച് പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെടികളിലേക്ക്, അതെന്ന് വെച്ചാൽ ചെടികളിലും ചിലവർക്ക് പെറ്റ്സ് ഉണ്ടാകും വീട്ടിൽ. പക്ഷേ എല്ലാവർക്കും ഈ അലർജി പ്രശ്നങ്ങൾ കൊണ്ടൊന്നും എല്ലാവരും പെറ്റ്സിനെ വളർത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, നമ്മൾ ഈ പെറ്റ്സിലേക്ക് അട്രാക്റ്റഡ് ആക്കുക അവരെ, പെറ്റ്സിൻ്റെ കൂടെ കളിക്കുക. അതേപോലെ തന്നെ ചെടികൾ ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് ചെടികളോട് സ്നേഹം വരുത്തണമെങ്കിൽ വീട്ടിലുള്ള ചെടികൾ അവരെ കൊണ്ട് വാട്ടർ ചെയ്യിക്കുക. നമുക്ക് ചെറിയ ഓസൊക്കെ പിടിച്ചു കൊടുത്ത് അതിലുള്ള വെള്ളമൊക്കെ മുഖത്തേക്കൊക്കെ ചെറുങ്ങനെ സ്പ്രിങ്കിളൊക്കെ ചെയ്യുമ്പോൾ അവരതിന് ഭയങ്കര ഫണ്ണി ആയിട്ട് കാണും. കാരണം മുഖത്തേക്ക് വരുമ്പോൾ തിരിച്ച് നമ്മുടെ മേത്തേക്കാക്കും. അങ്ങനെ അതൊരു കളിയിലൂടെ ചെടികളിലേക്ക് അവരെ കൂടുതൽ ആകർഷിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യിക്കാനും ശ്രമിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവർക്ക് ചെടികളോടുള്ള താല്പര്യം കുറേ കൂടെ കൂട്ടിയെടുക്കുക. അതായത് നമ്മൾ ഈ നനയ്ക്കാനും റെഗുലറായിട്ട് നനയ്ക്കാനൊക്കെ പറയുമ്പോൾ അതൊരു കളിയാക്കി എടുക്കും. വളരെയധികം ഒരു പ്ലേഫുള്ള മൈൻഡിൽ അവർക്ക് ഈ ചെടികളോട് ഒരു സ്നേഹം വരും. അതൊരു കളിയായി മാറും. എല്ലാ ദിവസവും ആ ടൈം ആകുമ്പോൾ ഒരു 4 മണിക്കാണ് നമ്മൾ ചെടി നനയ്ക്കുന്നതെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന പാട് നമ്മൾ ആ കളിയുടെ ഭാഗമായിട്ട് ആ ഒരു സമയത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർ ചെടികളൊക്കെ ഒന്ന് നനച്ച് ചെടി നനയ്ക്കേണ്ടതെന്ന് അവരിങ്ങോട്ട് വന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ അഡിക്ഷനുള്ള കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വന്ന പാട് ആ മൊബൈൽ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നാണ് അവർ ചിന്തിക്കുക. പക്ഷേ നമ്മളിങ്ങനെ അട്രാക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ആ കളിക്ക് വേണ്ടി അവർ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി കാണിക്കുകയും പിന്നെ അതിൻ്റെ ചെടിയുടെ വളർച്ചയും കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മൾ ചെടി നടുമ്പോൾ കൂടെ വന്ന് നടിയിക്കുക. അതുപോലെ തന്നെ സ്കൂളിലും നമ്മൾ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെയാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ടീച്ചേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒന്ന് പ്രിൻസിപ്പളിനോടൊക്കെ ഒന്ന് സംസാരിച്ച് അവതരിപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു കൗൺസിലിംഗ് നടത്തി അവിടെ മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളെ നമ്മൾ വിളിച്ച് പാരൻസിനോടും കൂടെ സംസാരിച്ച് പാരൻസിൻ്റെ അടുത്ത് വീട്ടിലുള്ള ചെടികളോട് ഉള്ള ആക്ടിവിറ്റീസ്, പച്ചക്കറികൾ, സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് വെക്കുമ്പോൾ അവർക്ക് ചെടികളോട് കൂടുതൽ താല്പര്യം വരികയും വീട്ടിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ നട്ട ചെടിയിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഒരു ആക്ടിവിറ്റീസ് പോലെ അത് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗം പോലെ ആക്കിയെടുക്കാം. ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സജഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഒരു ക്യാൻറ്റീൻ വഴി അവരുണ്ടാക്കിയ പച്ചക്കറിയിലൂടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം. ആഴ്ചയിലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. അതിനുശേഷം ഒരു മീറ്റിംഗ് വിളിച്ച് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്നിരുന്ന വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പച്ചക്കറി കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഉള്ളിൽ വരികയും അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ അവർ ഒറ്റയ്ക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും പലരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി അവർ കൂടുതലും അതേപോലുള്ള പ്ലാന്റേഷൻസിലൂടെയൊക്കെ ഒരു കുറച്ചുകൂടി പ്രകൃതിയായിട്ട് അട്രാക്റ്റഡ് ആവും. സ്വാഭാവികമായിട്ടും അവർ തന്നെ അറിയാണ്ട് അവരുടെ മൈൻഡിൽ നിന്ന് ഈ അഡിക്ഷൻസ് വളരെയധികം മാഞ്ഞു പോകും. കാരണം അവർ ഈ മൊബൈലിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ക്യൂരിയോസിറ്റിയും അട്രാക്റ്റീവും ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നിരന്തരം അവരുടെ ചുറ്റുപാടിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലും കുറഞ്ഞ ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങളിലേക്ക് അവർ അട്രാക്റ്റഡ് ആവില്ല. അവർ ഏറ്റവും ബെസ്റ്റ് സാധനത്തിലേക്ക്, മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണ്, ഏറ്റവും ബെസ്റ്റാണ് എപ്പോഴും വേണ്ടത് അല്ലേ. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് അവർ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും. അപ്പോൾ നിരന്തരമായിട്ട് റെഗുലർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനേക്കാളും കൂടുതൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളും പുതിയതായിട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മൊബൈലിൽ നിന്ന് അകന്ന് മാറുകയും ചെയ്യും. നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും പറ്റും. നമ്മളൊരു വിഡ്രോവൽ സിംറ്റം ഇല്ലാതെയും ശാസിക്കാതെയും തല്ലുകൂടാതെയും ബഹളം വയ്ക്കാതെയും, സ്വാഭാവികമായിട്ട് അറിയാലോ അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ കുട്ടികൾ വളരെയധികം ദേഷ്യം ഉള്ള ആളുകളായി മാറും. അപ്പോൾ അതുപോലത്തെ ദേഷ്യമൊന്നും കാണിക്കാണ്ട് സ്വാഭാവികമായിട്ട് അവർ തന്നെ മുൻകൈ എടുത്ത് മൊബൈൽ പിന്നെ അവർക്ക് കാണുമ്പോഴേ വേണ്ടാന്നുള്ള രീതിയായിരിക്കും. നിങ്ങളിപ്പോൾ ഇവരെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മൊബൈൽ എടുക്കുക എന്ന് പറയുമ്പോൾ ആ ടൈമിലാകുമ്പോഴേക്കും ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവർ പറയും മൊബൈലൊന്നും വേണ്ട, എനിക്കിപ്പം ഈ ചെടിയുടെ ഇടയിൽ പോകണം, അല്ലെങ്കിൽ ചെടി നനയ്ക്കണം, അല്ലെങ്കിൽ കളറ് കൊണ്ട് കളിക്കണം, മണ്ണ് കളിക്കണം, ചെളി കളിക്കണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ്, നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ ചെയ്തിട്ട്, ഇത് ഞാൻ പറയുന്ന പോലെ ഈ ഒരു ദിവസം കൊണ്ട് ചെയ്യരുത്, 1 വീക്കിൽ ട്രൈ ചെയ്യേണ്ട കേസാണ്. പതിയെ റിഡക്ഷൻ ഓഫ് ടൈം വെച്ചിട്ട് വളരെ പക്വതയോടുകൂടി പതിയെ റിഡക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കുക. ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക.
അതുമായിട്ട് അനുബന്ധിച്ച വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. കാരണം ഈ ഞാൻ സ്വയം മനസ്സിലാക്കി പരീക്ഷിച്ച ചില കാര്യങ്ങളുടെ ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് പറയുക. ഞാൻ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.